understand how Odysseus looked like a beggar and of course naked and despair. വളരെ ഡെസ്പയർ, ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ഈ ഫെനീഷ്യസിലെ രാജാവാണ് അദ്ദേഹത്തിന്റെ കപ്പൽ ഉപയോഗിച്ചിട്ട് ഈ ഒഡീസിയസിനെ നാട്ടിലെത്തിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ജേർണി. അപ്പോഴേക്കും ഏകദേശം 20 കൊല്ലമായിട്ടുണ്ട് ഇത്താക്കയെന്ന് ഇദ്ദേഹം പോയിട്ട്. ഹി റിസംബിൾസ് ദ കണ്ടംപററി റെഫ്യൂജീസ്. ഇവിടെയാണ് ഈ കഥയുടെ ഈ ടെക്സ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്. ഒഡീസിയസ് ഇന്ന് നമ്മളെ നാട്ടിലുള്ള റെഫ്യൂജീസിന്റെ മാതിരി തോന്നുന്നുണ്ട്. ആരാ റെഫ്യൂജി? ഇതാണ് ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻ. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് ജീവിച്ച ഒരു നാട്ടിൽ നിന്ന് ആർക്കും ഇഷ്ടമുണ്ടാവില്ല പോവാൻ. പക്ഷെ എന്തെങ്കിലും ഒരു അതിഭയങ്കരമായ ഒരു ചാലഞ്ച് വരിക, യുദ്ധം വരിക, എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് കലാമിറ്റീസ് ഉണ്ടാവുക, ഇതുപോലെ ഫ്ലഡോ അങ്ങനെയൊക്കെ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് രണ്ട് ആൾക്കാർ തമ്മിൽ, ഇപ്പൊ സിറിയ അവിടേക്കുള്ള സ്ഥലത്ത് പോലെ രണ്ട് ആൾക്കാർ തമ്മിൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാവുക, റേഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുക. ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ ഗതികെട്ടിട്ട് ഗത്യന്തരമില്ലാതെ ആ നാടും വീടും വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യും. ദേ മൈഗ്രേറ്റ്. ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളോട് ഇപ്പൊ നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് നമ്മൾ എന്ത് സാധനങ്ങൾ എടുക്കും? നമ്മളെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ചെറിയൊരു ഒരു ബാഗിൽ ഒരു സാധനം നിങ്ങൾക്ക് റെഫ്യൂജി ആകുമ്പോൾ എടുക്കാൻ പറ്റും. അതൊരു ഇഷ്യൂ. രണ്ട്, നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ എവിടെ എത്താൻ പോകുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഓടിപ്പോകുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറയുന്നത് അയാൾക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഐഡിയ ഇല്ല. മറ്റേ സ്ഥലത്തേക്ക് പോയാൽ അവിടെ അയാൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോന്ന് അറിയില്ല. അവിടെ അയാൾക്ക് താമസിക്കാൻ വല്ല സൗകര്യം ഉണ്ടാവും, അയാളെ ഫാമിലി എങ്ങനെ സേഫ്, ഒന്നും അറിയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥ. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ ഇട്ട വസ്ത്രം, ഉടുതുണിക്ക് മറുതുണി ഇല്ല നമ്മൾ മലയാളത്തിൽ പറയും പോലെയുള്ള ഒരു അവസ്ഥയാണ് റെഫ്യൂജിന്റെ. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് പറഞ്ഞു കൊണ്ടുവരിക്കുന്നത് ക്ലാസിക്കൽ കാലഘട്ടത്തിൽ പോലും, ഒഡീസിയസിന്റെ കഥയിൽ പോലും ഒരു പോയിന്റിൽ ഒഡീസിയസ് ഇന്നത്തെ റെഫ്യൂജിനെ പോലെയാണ്. സോ ഒഡീസിയസ്, ദോ ഹി ഈസ് എ warrior and a protagonist in a epic, he at times looked in a pathetic situation like that of a refugee today. ഇന്ന് നല്ല സ്ഥിതിയൊക്കെ ഉള്ള ആൾക്കാർ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഈ നാട്ടിലൊക്കെ നല്ല നിലയിലുള്ള ആൾക്കാരായിരിക്കും. അവര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട് വിടേണ്ടി വരുമ്പോൾ അവരെല്ലാം ബെഗേഴ്സിന്റെ മാതിരിയായിരിക്കും. അയാൾ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടാവില്ല, നല്ല രീതിയിൽ ജീവിച്ചൊക്കെ ആളായിരിക്കും. പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ either you become bankrupt or you become you are compelled to leave your own state, your own house due to certain pressures. So it sounds contemporary today in the light of refugee crisis. അപ്പൊ ഇന്ന് കാണുന്ന ഇവര് ഈ സ്പീച്ച് നടത്തുന്ന കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള റെഫ്യൂജീസിനെ കാണുമ്പോൾ അവര് ഓർമ്മ വരുന്നത് ഇത്തരം മിത്തിക്കൽ സിറ്റുവേഷനിലും അവർ വായിച്ച കഥയാണ്. ഇങ്ങനെ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് ഗ്രീസിൽ ജനിച്ച് വളർന്നതുകൊണ്ട് അവർക്ക് ഈ കഥകളൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒഡീസിയസിനെ പോലെ വലിയ ഹീറോ ആയിട്ട് പോലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അയാൾക്ക് ഇടാൻ നല്ല വസ്ത്രം ഉണ്ടായിരുന്നില്ല, അയാൾ പ്രസന്റബിൾ ആയിരുന്നില്ല, അയാൾ ബെഗർ ലൈക്ക് ആയിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കുന്ന വന്നിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് വലിയ സ്ഥിതിയിൽ ജീവിച്ചിട്ടും നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന റെഫ്യൂജീസിന്റെ അവസ്ഥ അതാണ്. So he actually draws a parallel between the heroic people in the epic, the great warriors and leaders whom we think as outstanding, ഭയങ്കരമായിട്ട് എല്ലാം ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. So such people at some point of time suddenly being reduced to that of a beggar. This situation can come for everybody, or this situation can arise for anybody in their lives. Prem. Yeah. See, പ്രശാന്ത് പറഞ്ഞ പോലെ this situation can happen to anybody. 2-3 എക്സാമ്പിൾസ് കൂടി പറഞ്ഞുതരാം. വൺ ഇസ്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജസ്റ്റ് 3-4 months ago ബുഷ് ഫയർ ഉണ്ടായിരുന്നു, കാട്ടുതീ. അപ്പോൾ കാട്ടുതീ ഇവിടെ എനിക്ക് തോന്നുന്നു വടക്കാഞ്ചേരി ഏരിയയിലെ വരൂർ ഭാഗത്തും ഉണ്ടായിരുന്നു. സഡൻലി സംബഡി ബൈ സം മിസ്ഡീഡ് അത് കത്തിക്കുന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് കത്തുന്നു, ഒരു സിഗരറ്റ് എന്തെങ്കിലും വലിച്ചെറിയുന്നു. Because it is dry, suddenly it catches fire. നിങ്ങളുടെ വീട് അതിന്റെ നടുവില, രാത്രി ഉറങ്ങുക, suddenly you hear only a sound of this crackling. 5 minutes അല്ലെങ്കിൽ 10 minutes കൊണ്ട് നിങ്ങളുടെ വീട് പോവാൻ പോവാ. What do you take with you? ഇതൊരു സിറ്റുവേഷൻ.
രണ്ടാമത്തെ സിറ്റുവേഷൻ അമേരിക്കയിൽ ഇതിനെക്കാട്ടും കഷ്ടമുള്ള സിറ്റുവേഷനാ. യു ഗോട്ട് വാട്ട് യു കോൾ ടൊർണേഡോ ഓർ ട്വിസ്റ്റർ എന്ന് പറയുന്ന സാധനം. അതിങ്ങനെ ചുഴലി ആയിട്ട് ഇങ്ങനെ വരിക, ദൂരത്ത് വരുന്നത് കാണാം. വിതിൻ 10 minutes ഇറ്റ് ജസ്റ്റ് സഡൻലി ഗോസ് റൈറ്റ് ത്രൂ യുവർ ഹൗസ്. വീട് പകുതിയാവുക, അല്ലെങ്കിൽ വീട് അങ്ങനെ തന്നെ ഒരു വോട്ടെക്സിൽ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക. വാട്ട് ഡു യു ടേക്ക് വിത്ത് യു? അപ്പോൾ ഇത് ആഫ്രിക്ക, മെനി പീപ്പിൾ വാണ്ടഡ് ടു ഗോ ടു യൂറോപ്പ് ആസ് റെഫ്യൂജീസ്. അവര് കാരണം യൂറോപ്പ് ഒരു നല്ലൊരു രാജ്യം, സമ്പന്നമുള്ള രാജ്യമാണ്. സോ ദ പീപ്പിൾ ഹു ആർ സഫറിങ് ഔട്ട് ഓഫ് സ്റ്റാവേഷൻ, ഇത്യോപ്യൻ ഫാമിൻ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ ഒട്ടും ഒരു ഭക്ഷണവും ഇല്ലാണ്ട് അവരെ എന്താണോ ജീവിതത്തിലുള്ള പൈസ ഉള്ളത് അത് മുഴുവൻ അവര് ഈ ട്രാവൽ ഏജൻസിന് കൊടുത്തിട്ട് ഒരു ചെറിയ ബോട്ടില്, ആ ബോട്ടിൽ ആകെ 4-5 പേരെ അതിൽ എടുക്കാൻ പറ്റുള്ളൂ. അതില് ഒരു 10-18 പേര് കയറും. എന്നിട്ട് ഇവര് ആ ബോട്ടിനെ വിട്ടിട്ട് യൂറോപ്പിന്റെ ബോർഡർ എത്തുമ്പോൾ ഇതിന്റെ കോസ്റ്റൽ ഏരിയയിലെ ബോർഡർ എത്തുമ്പോൾ ഒരു 10-15 കിലോമീറ്റർ മുന്നേ അവർ നിർത്തിയിട്ട് ഈ ട്രാവൽ ഏജൻസി ഇവരോട് പറയാ, ചാടിക്കോ, ഇനി നിങ്ങൾ എന്ത് വേണം നിങ്ങൾ ചെയ്യുക. ഇനി അവർ ചാടിയില്ലെങ്കിലോ അവർ അങ്ങ് ഉന്തുക. എന്നിട്ട് then they have to start finding their way. ചിലവർക്ക് നീന്താൻ അറിയില്ല, they don't know what to do, എന്നിട്ട് they are trying to find themselves. ഇതില് ഒരു വലിയൊരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ചെറിയ കുട്ടി, ഒരു സിറിയൻ ബോയ് ബീച്ചിൽ മരിച്ചു കിടക്കുക. ബിക്കോസ് ആ കുട്ടീനെ മിക്കവാറും അമ്മ കൂടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് കുട്ടി സൂക്കേടായപ്പോൾ അല്ലെ മരിച്ചപ്പോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ടു ലീവ് ഇറ്റ് ഇൻ ദി. അപ്പൊ അത്രത്തോളം അങ്ങനത്തെ ഒരു ഇതാണ് സിറ്റുവേഷൻ ഉള്ളത്. എന്നിട്ട് ഇതേ ആള് ഈ കഷ്ടം ആയിട്ട് കഴിഞ്ഞ ആള് ഒരു നല്ലൊരു ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലോ, then he becomes this anti-hero, becomes a hero again. അതാണ് ലാസ്റ്റിൽ പറയുന്നത്. ഈവൻ mythical Odysseus was washed away in the island of the Phaeacians. എന്നിട്ട് പോലും നല്ല ക്ലോത്ത്സ് ഇട്ടോടുകൂടെ he again assumes his position as a hero. പ്രശാന്ത്, ഓക്കെ, നമ്മളെ മോഹൻലാലും ശ്രീനിവാസനും ഉരുവില് മറ്റേ നാടോടി കാറ്റില് പോകുന്ന പോലെ. So you suddenly you become a refugee. So what to do? So we move to the next slide. Now we come to Shakespeare's Hamlet. Hamlet seems bizarre in the eyes of Claudius and Gertrude. ഹാംലെറ്റിന്റെ കഥ ചെറുതായിട്ട് പറയാം, മുഴുവനായിട്ട് പറയാനുള്ള സമയമില്ല. ഹാംലെറ്റ്, പ്രിൻസ് ഹാംലെറ്റ് ആണ് ഈ കഥയിലെ നായകൻ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരും ഹാംലെറ്റ് എന്നാണ്. അദ്ദേഹത്തിന് നമ്മളെ കിങ് ഹാംലെറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ കിങ് ഹാംലെറ്റ് വാസ് കിൽഡ്. ഈ നാടകം തുടങ്ങുന്ന സമയത്ത് തന്നെ കിങ് ഹാംലെറ്റ് മരിച്ചിട്ടുണ്ട്, കൊന്നതാണെന്ന് ഒരു സൂചനയുണ്ട്. അങ്ങനെ ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് രാജാവിന്റെ പ്രേതം വരികയാണ്. രാജാവിന്റെ പ്രേതം മകനെ കാണാൻ വരികയാണ്. അങ്ങനെ പ്രേതം മകനോട് പറയും, എന്നെ ശരിക്കും പറഞ്ഞാൽ കൊന്നതാണ്. അപ്പൊ കൊന്നതാണ് എന്നുള്ളത് അതിന്റെ കാരണം നീ കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്യണം എന്നാ പറയുന്നത്. ഈ പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഹാംലെറ്റ് ഓരോ തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അദ്ദേഹത്തിന് തെളിവുകൾ കിട്ടും. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബ്രദർ ആയിട്ടുള്ള ക്ലോഡിയസ് ആണ് അദ്ദേഹത്തെ കൊന്നത്. അങ്ങനെ പക്ഷെ അതേസമയം തന്നെ പിന്നീട് ഇയാളുടെ മരണത്തിന് ശേഷം ഇയാളെ അമ്മയായിട്ടുള്ള ഗേർട്രൂഡ് ക്ലോഡിയസിനെ കല്യാണം കഴിക്കും. അത് പണ്ടത്തെ ഒരു രീതിയാണ്. രാജാവ് മരിച്ച് അടുത്ത രാജാവ് വന്നാൽ ചിലപ്പോൾ ആ പഴയ രാജാവിന്റെ രാജ്ഞിയെ തന്നെ ഇവർ കല്യാണം കഴിക്കും. അപ്പൊ ഗേർട്രൂഡ് എന്ന് പറയുന്നത് ഇപ്പൊ അയാളുടെ അമ്മയാണ് ഹാംലെറ്റിന്റെ, അതേസമയം അച്ഛന്റെ അനിയന്റെ ഭാര്യയാണ്. അപ്പൊ ഗേർട്രൂഡ് ഇതിൽ പങ്കുണ്ടോ എന്ന് ഹാംലെറ്റ് അന്വേഷിക്കും. അപ്പൊ ഗേർട്രൂഡിന് ഇതിൽ പങ്കൊന്നുമില്ല. അങ്ങനെ ഹാംലെറ്റ് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിട്ട് ഹാംലെറ്റ് ഭ്രാന്തനായിട്ട് അഭിനയിക്കും. അതിന് പ്രിറ്റൻഡഡ് മാഡ്നസ്, അല്ലെങ്കിൽ ഷേക്സ്പിയർ ഭാഷയിൽ പറഞ്ഞാൽ ഫെയിൻഡ് മാഡ്നസ് മതി. FEIGN, ഫെയിൻഡ് ആയിട്ടുള്ള മാഡ്നസ്, പ്രിറ്റൻഡഡ് മാഡ്നസ് എന്ന് പറയാം. ഭ്രാന്തനായിട്ട് അഭിനയിക്കും. അങ്ങനെ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്ന ഹാംലെറ്റിന്റെ ബിഹേവിയർ രാജാവായിട്ടുള്ള ക്ലോഡിയസിനും രാജ്ഞിയായും സ്വന്തം അമ്മയായിട്ടുള്ള ഗേർട്രൂഡിനും ഭയങ്കര അതിശയായിട്ട് തോന്നും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരാള് റെഫ്യൂജി ആകുമ്പോൾ ഉണ്ടാവുന്നത്. അയാൾക്ക് തന്നെ അറിയില്ല അയാൾ നേരത്തെ ജീവിച്ച അവസ്ഥയിൽ നിന്ന് ഇപ്പൊ വന്ന അവസ്ഥയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു ഫ്ലഡ് ഉണ്ടായി, നമുക്ക് ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്ത അവസ്ഥയിലാണോ നിൽക്കുക അതോ സെൻസിബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. Then you come to Don Quixote is a madman to the villagers he encounters. ഡോൺ ക്വിക്സോട്ടിനെ ആൾക്കാർ കാണുന്നത് ഭ്രാന്തനായിട്ടാണ്. കാരണം he undertakes
all kinds of journeys, all kinds of activities which normally a person does not. സാധാരണ ഒരാൾ ചെയ്യാത്ത ആക്ടിവിറ്റിയാണ് ഡോൺ ക്വിക്സോട്ട് ചെയ്യുക. പക്ഷേ അദ്ദേഹം തന്നെ കാണുന്നത് വാണ്ടറിങ് നൈറ്റ് ആയിട്ടാണ്. ഹി ഐഡന്റിഫൈസ് ഹിംസെൽഫ് ആസ് എ വാണ്ടറിങ് നൈറ്റ്, ആൻ അംബാസിഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത്. ഈ നൈറ്റ്സിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, നൈറ്റിന് ദൈവത്തിന്റെ ഒരു കൈ എല്ലാ നൈറ്റിന്റെയും പിറകിൽ ഉണ്ടാവുന്നത്. നൈറ്റിന് അങ്ങനത്തെ ചില കഴിവുകൾ ഉണ്ട് എന്നൊക്കെ ആൾക്കാർ അന്ന് വിശ്വസിക്കും. രാജാവിന് ഡിവൈൻ റൈറ്റ് തിയറി, രാജാവിന് അധികാരം ദൈവം കൊടുക്കുന്നതാണെന്നുള്ള രീതിയിൽ they had a belief that it was actually a divine assistance that these knights get. So Don Quixote actually was considered by a madman by villagers, but he considered himself as a ambassador of God. Gade's Wertherന്റെ കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. Werther is crazy with love. ഈ കഥാപാത്രം ക്രേസിയാണ്. വേറെ ആരോ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയോടാണ് ഇയാൾക്ക് പ്രേമം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പ്രശ്നമായി പോയത്. അല്ലെങ്കിൽ അവർ പക്ഷെ അയാൾക്ക് കല്യാണം കഴിക്കായിരുന്നു. അപ്പൊ ഈ സ്ത്രീ ആണെങ്കിൽ അങ്ങനെ നിയമം തെറ്റിച്ചിട്ട് വേദറിനെ കല്യാണം കഴിക്കാൻ തയ്യാറില്ല. അവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അവളെ ബെത്രോത്ത് ചെയ്തിട്ടുള്ള, അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ആളുമായിട്ടാണ്. വി എൻകൗണ്ടർ സംതിങ് അൺയൂഷ്വൽ, എക്സാജറേറ്റഡ് ഓർ ഫോറിൻ ഇൻ ദീസ് ക്യാരക്ടേഴ്സ്. ഈ കഥാപാത്രങ്ങളെ സൂക്ഷിച്ച് പരിശോധിച്ചാൽ, ഈ നമ്മളുടെ ഓഥർ പറയുന്നത്, ഈ കഥാപാത്രങ്ങളെ സൂക്ഷിച്ച് പരിശോധിച്ചാൽ ഈ കഥാപാത്രങ്ങളിൽ ഏതൊക്കെയോ പോയിന്റിൽ they behave like somebody different, somebody other, somebody foreign. And Odysseus is a filthy shipwrecked sailor. Hamlet sees ghost. Don Quixote is walking on clouds. And Werther is ruled by unhealthy passion. ഇവരൊക്കെ അവരുടെ ജീവിതത്തിലെ ഓരോ പോയിന്റിലും they behave so strange, so different from their ordinary self. അവർ യഥാർത്ഥത്തിൽ ഇരിക്കേണ്ട അവസ്ഥയിലല്ലാതെ അവര് വളരെ വ്യത്യസ്തമായിട്ടും വളരെ ബിസാർ ഈസ് സ്ട്രേഞ്ച്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് മാറും ചില സമയത്തെങ്കിലും. പ്രേം, do you hear? Yes. വെരി ബിസാർ ആൻഡ് സ്ട്രേഞ്ച് എന്ന് പറയുന്നത് തുടങ്ങുകയാണ്. ഇപ്പൊ ഈ 4 പേര്, ഇപ്പൊ ഒഡീസിയസ് ഇസ് എ ഫിൽത്തി ഷിപ്പ്‌റെക്ഡ് സോൾജർ. അപ്പൊ ഒരു യാത്ര ചെയ്ത് യു ആർ ടോട്ടലി ടെറിബ്ലി ഡേർട്ടി, ഒരു വല്ലാത്തൊരു കണ്ടീഷനിലാണ്. ആ സമയത്ത് യു ആർ ജസ്റ്റ് ഇമാജിൻ എ സിറ്റുവേഷൻ, അങ്ങനത്തെ ഇതില് യു ആർ ലാൻഡിങ് ഓൺ ദ ഷോർസ് ഓഫ് യൂറോപ്പിൽ ഒരു കോഫി ഷോപ്പിൽ വരികയാണ്. ആ കോഫി ഷോപ്പിൽ ഡു യു തിങ്ക് പൈസ ഒന്നുമില്ല, ഡു യു തിങ്ക് ദാറ്റ് ദേ വിൽ സെർവ് യു കോഫി? ഇത് ഒന്ന്. അടുത്തത്, ഹാംലെറ്റ് സീസ് ഗോസ്. നമുക്ക് വി ഹാവ് സിമിലർ സിറ്റുവേഷൻ. നമ്മളെ ഫ്ലഡ്സ് വന്ന സമയത്ത് we have heard of കുറെ വാട്സാപ്പ് മെസ്സേജ് വന്നിരുന്നു. നോസ്ട്രദാമുസ് എന്നുള്ള ഒരു പണ്ടൊരു ഫ്യൂച്ചർ വിഷൻ പറയുന്ന ആൾക്കാര്, അന്ന് ഇറ്റ് സീംസ് ബാക്ക് ഇൻ ദി 17th century ഇത് പ്രൊഫസി ചെയ്തു എന്ന്, അതായത് ഇങ്ങനെ ഫ്ലഡ്സ് ഉണ്ടാവുമെന്ന്. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഈ ഒരു കോവിഡ് മഹാമാരി ഉള്ളപ്പോഴും they are talking about a young Indian boy who has said all these things. അപ്പോ ഇവര് ശരിയാണോ അല്ലെങ്കിൽ ഇവര് ഭ്രാന്തന്മാരാണോ? ബിൽ ഗേറ്റ്സ് ഇതിൽ പറഞ്ഞത് അത് കാര്യമായിട്ട് നമുക്കറിയാം. വി ഹാവ് എ വീഡിയോ ഓഫ് ഇറ്റ്. ബട്ട് ദിസ് ബോയ് ഹു has said this, he predicted. അതേപോലെ it seems he predicts, ഞാൻ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ, it seems that he predicts that all this will end by May 29 or by the end of May. അപ്പോ now we would love to believe it, പക്ഷേ this is another situation. പിന്നെ walking on clouds, ഈ യാത്ര ചെയ്ത് പ്രശാന്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതം പോലും ഞാൻ എടുക്കുമ്പോൾ മെനി പീപ്പിൾ, ഞാൻ ഈ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത്, ഈ ട്രാവൽ ചെയ്യുമ്പോഴും ഈ ഓരോ ഇതിന് പോകുന്ന സമയത്തൊക്കെ എല്ലാവരും എന്നെ ഒരുതരം ഭ്രാന്തനാണ് വിചാരിച്ചത്. ബട്ട് നൗ ഐ നോ ദാറ്റ് I have a lot of experience to share with all my students. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ന് 300ഓളം കുട്ടികളുള്ളപ്പോൾ I can share all these experiences to all these people. And then this other person, who is ruled by an unhealthy passion, നമ്മുടെ ചുറ്റും ഇല്ലേ? Can't you see people? You've got gay marriages now, different things that usually was not there in a society. There are certain countries which now accept gay marriages. ഇത് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ some of us might think അത് നല്ലതല്ലേ? Man
a man marrying another man, a woman marrying another woman. ഇത് for some, or a young boy marrying an older woman. അപ്പൊ ഇതൊക്കെ ജനറൽ ലിറ്ററേച്ചറിൽ ഇതൊക്കെ അൺഹെൽത്തി ആണ്. പക്ഷെ ചിലവര് വിചാരിക്കും, ഓ കൊള്ളാലോ, അവരങ്ങനെയാണ്, isn't it good, ഞാനും അങ്ങനെ ചെയ്യാൻ പോവാ. So these different, you have lots of things to compare with the society. Prashant. Yeah, I can just tell you two more illustrations from literature itself. One is that Oscar Wilde has a wonderful story called Model Millionaire. ഒന്നുമില്ല, ഒരു ആർട്ടിസ്റ്റ് ഒരാളെ ഒരു പിച്ചക്കാരനെ പോലെ തോന്നുന്ന, ഒരു ബെഗറെ പോലെ തോന്നുന്ന ഒരാൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വരുന്ന അയാളുടെ ഒരു ഫ്രണ്ട്, നമ്മളെ കഥയിലെ നായകൻ, ഈ ബെഗറെ കണ്ടിട്ട് അയാൾക്ക് ഒരു ഷില്ലിങ് എന്തോ കൊടുക്കും, ഒരു ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഈ ബെഗർ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അയാള് ബെഗറായിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടി അയാൾക്ക് ഭ്രാന്ത, ഈ പെശക്കാരായ ആൾക്കാർ, അവൻ ധാരാളം പണമുള്ള ആൾക്കാർക്ക് അങ്ങനെ പല വിനോദങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇയാള് ഒരു ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ചിട്ട് അയാളെ പെയിന്റ് ചെയ്യുക, അങ്ങനെയാ ഉണ്ടായത്. അപ്പൊ ഈ മില്യനർക്കാണ് ഈ ഇയാള് ഒരു ഷില്ലിങ് കൊടുത്തത്. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ. അങ്ങനെ ഇയാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് 10,000 പൗണ്ട് കൊടുക്കും. ഈ 10,000 പൗണ്ട് കൊണ്ട് ഇയാൾ ജീവിതം മാറുകയും ഇയാൾക്ക് ഇഷ്ടമുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന കഥയാണ് മോഡൽ മില്യനർ പറയുന്നത്. സോ ദിസ് ഇസ് വൺ ഇൻസ്റ്റൻസ്. പിന്നെ അനദർ ഇൻസ്റ്റൻസ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിലീപ് അഭിനയിച്ച ചാന്ത് പൊട്ട് എന്നുള്ള സിനിമ. ഈ ചാന്ത് പൊട്ട് സിനിമയിൽ കഥാപാത്രത്തിനെ പോലെയുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആരും തന്നെ അവരെ നമ്മളെ അടുത്തേക്ക് അടുപ്പിക്കുകയോ, നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യാണ്, ബസ്സിൽ ട്രാവൽ ചെയ്യാണ്, അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ വന്നിരിക്കുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറും, സാധാരണഗതിയിലാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു കഥയുണ്ടെന്നും അവർക്ക് നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് നമ്മൾ പലപ്പോഴും സമ്മതിച്ചു കൊടുക്കൂല. അപ്പൊ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം ഇതിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സമയത്തും കഥാപാത്രങ്ങൾ ഏത് രീതിയിൽ പെരുമാറും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് പെർട്ടിക്കുലർ activity of people behaving in a very strange manner is illustrated by the writer by using characters from epics, which all of you are familiar with. So we move to the next. What literature does, ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത കുറച്ച് ഭാഗങ്ങൾ. What literature does is incorporate the other into the social body. സാഹിത്യമാണ് എപ്പോഴും ആദ്യം ചെയ്തിട്ടുള്ളത്. മാറി നിൽക്കുന്ന അല്ലെ മാറി നിന്ന കഥാപാത്രങ്ങളെ നമ്മളെ സെന്റർ ആയിട്ടുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് ആദ്യം ചെയ്തത് ലിറ്ററേച്ചറാണ്. ഈ എത്രയോ കാലം മുന്നേ, അതായത് ഇന്ത്യൻ സാഹിത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ എത്രയോ മുന്നേ തന്നെ തകഴി തോട്ടിയുടെ മകൻ എന്നുള്ള കഥ എഴുതിയിട്ടുണ്ട്. ഈ കഥയിൽ തോട്ടിപ്പണി എടുക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള കഥയാണ്. അപ്പൊ ഈ കഥ എഴുതിയ ശേഷം ഇതിന്റെ പാരലായിട്ട് തന്നെയാണ് മുൽക്കരാജ് ആനന്ദ് എന്ന് പറഞ്ഞ ആള് അൺടച്ചബിൾ എന്നുള്ള കഥ എഴുതി. അപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിനെ പറ്റിയിട്ട് ആദ്യം ശബ്ദിച്ചത് സാഹിത്യത്തിലാണ്. സോ ലിറ്ററേച്ചർ ഓൾവേസ് ഇൻകോർപ്പറേറ്റ് ദ അതർ. അപ്പൊ നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെ ഏറ്റവും സെന്ററിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിറ്ററേച്ചറാണ്. ഇറ്റ് അലൗസ് ഫോർ ഡിഫറൻസ് ആൻഡ് ഓഫൺ പ്രൊക്ലെയിംസ് ഇറ്റ് ടു ബി ജീനിയസ്. അപ്പൊ അൺടച്ചബിൾ എന്നുള്ള നോവൽ എഴുതിയ മുൽക്കരാജ് ആനന്ദ് അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നില്ല, അദ്ദേഹം ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ ബുക്ക് എഴുതിയത് ഇതിനെപ്പറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിന് 27 പബ്ലിഷേഴ്സ് ഈ കഥ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് ഇങ്ങനത്തെ ഒരു കഥ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ 28ാമത്തെ പബ്ലിഷറാണ് ഇദ്ദേഹത്തിന്റെ കഥ പബ്ലിഷ് ചെയ്യാൻ തയ്യാറായത്. കാരണം എന്താ വെച്ചാൽ ഈ കഥയിലെ നായകൻ ആരല്ല, പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഉയർന്നത്, ഇൻവെർട്ടഡ് കോമയിലാണ് ഞാൻ ഉയർന്നത് എന്ന് പറയുന്നത്, ഉയർന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ പറ്റിയിട്ടുള്ള കഥ അല്ലാത്തതുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ അറിയാം, മലയാളത്തിൽ ഒരു 1920 ആ കാലഘട്ടം വരെ ഒരു സ്ത്രീകൾക്ക് ബുക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു. ഇനി സ്ത്രീകൾ അഥവാ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അവർ ആണുങ്ങളെ പേര് ഉപയോഗിച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ലിറ്ററേച്ചറാണ് എപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുന്നിലേക്ക് വരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ഡിഫറൻസ് ആസ് എ സൈൻ ഓഫ് കറേജ്. ലിറ്ററേച്ചറിൽ ഈ ഡിഫറൻസ് കാണിക്കുക, അല്ലെങ്കിൽ ദ മൊമെന്റ് യു പോർട്രേ ഡിഫറൻസ്, ദ മൊമെന്റ് യു പോർട്രേ സംതിങ് വെരി ഡിഫറെന്റ് ഫ്രം ദ നോർമലിന് വ്യത്യാസമായിക്കൊണ്ട് എന്ത് സാധനം കാണിക്കുമ്പോൾ അത് നമ്മൾ കറേജ് ആയിട്ടാണ് കാണിക്കുക. ഇപ്പൊ ഒരു ഗേ നോവൽ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ നോവൽ എഴുതാൻ ഒരാൾ ധൈര്യപ്പെട്ടാൽ, ഒരാൾ ഒരുമ്പെട്ടാൽ അതിനെ നമ്മൾ ധൈര്യമായിട്ട് കാണും. മാധവിക്കുട്ടി എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന കവിയത്രി, അവര് മൈ സ്റ്റോറി എന്ന് പറയുന്ന ബുക്ക് എഴുതുമ്പോൾ അവർക്ക് ചെറിയ പ്രായമേ ഉള്ളൂ, 40 വയസ്സിനോട് അടുത്തേ ഉള്ളൂ. ആ ബുക്ക് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി നാട്ടില്.
പക്ഷേ അത് ഇന്ന് നമ്മൾ കാണുന്നത് അവർക്ക് അത് എഴുതാനുള്ള ധൈര്യം കാണിച്ചു അവരെന്നുള്ള രീതിയിലാണ്. സോ ഇറ്റ്സ് എൻ ആക്ട് ഓഫ് കറേജ് ആൻഡ് ഓൺ ദ ഫൈറ്റ്സ് ഫോർ ഹിസ് ഫ്രീഡം ആൻഡ് ഐഡിയാസ്. ഇവിടെ ഒരു ബുക്കിനെ പറ്റി പരാമർശിക്കുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നേ ഉള്ളൂ. ജെയിംസ് ജോയ്സിന്റെ എ പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ഞാൻ അതിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, ജോയ്സിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അത് ഈ നോവൽ വളരെ പ്രധാനമാണ്. ആധുനികത നോവൽ സാഹിത്യത്തിൽ തുടങ്ങിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നോവലാണ് പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. പിന്നീട് ഇദ്ദേഹം യുലീസസ് എന്ന നോവൽ കൂടി എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് നോവലിലും സെൻട്രൽ കഥാപാത്രം എന്ന് പറയുന്ന ആളുടെ പേര് സ്റ്റീഫൻ ഡെഡാലസ് എന്നാണ്. ഈ സ്റ്റീഫൻ ഡെഡാലസിന്റെ വളർന്നു വന്ന കഥയാണ് ഈ നോവലിൽ എഴുതുന്നത്. അതൊരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചൊക്കെ എഴുതിയതാണ്. അങ്ങനെ ഭയങ്കര റീഡബിൾ ആയിട്ടൊരു നോവലല്ല, പക്ഷെ ഒരു ക്ലാസിക് നോവലാണ്. അപ്പൊ അത് വായിക്കണേ നമ്മൾ മലയാളത്തിൽ ഇപ്പൊ ആനന്ദിന്റെ ഒക്കെ നോവൽ വായിക്കുന്ന ഒരു ലെവലിൽ എഴുതുന്ന ഒരു നോവലായിട്ടാണ് ഞാൻ ജോയ്സിന്റെ ഈ നോവലിനെ കാണുന്നത്. സോ പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ഈ നോവലില് കേന്ദ്ര കഥാപാത്രമായ സ്റ്റീഫൻ ഡെഡാലസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടും ഐഡിയാസിന് വേണ്ടിയിട്ടും ഈസ്തറ്റിക് വാല്യൂവിന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ കഥയാണ് ഈ നോവൽ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്. ഫിക്ഷൻ ടീച്ചേഴ്സ് us to think creatively about difference. ഇത് ആണ് ഈ ടെക്സ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ഫിക്ഷൻ ടീച്ചേഴ്സ്, ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ സാഹിത്യം, സാഹിത്യത്തിന് പകരമാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോവലാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഈ ടീച്ചേഴ്സ് us to think creative. ഏത് ഫിക്ഷൻ ആയാലും അത് ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമാണ്. കാരണം ഫിക്ഷൻ ഒരു ലോങ്ങർ എട്ടറൻസ് ആണ്. അൺലൈക്ക് എ പോയം, ഫിക്ഷൻ ഈസ് ബിറ്റ് ലോങ്ങർ, ഒരു 300 പേജൊക്കെ ഉണ്ടാവും. സോ ഫിക്ഷൻ makes you think creatively about difference. നിലവിലുള്ള സംഭവങ്ങളുടെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന സാധനമാണ്, അല്ലെങ്കിൽ അങ്ങനെ രീതിക്കാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്, ദി ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ഇസ് എ ട്രാജഡി. അരിസ്റ്റോട്ടിൽ ട്രാജഡിയെ ഡിഫൈൻ ചെയ്ത് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ട്രാജഡി ഇമിറ്റേറ്റ്സ് ആൻ ആക്ഷൻ എന്നാണ്. ഇതിനെയാണ് നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾ അറിയാം മെമറ്റിക് ട്രഡീഷൻ എന്ന് പറയുന്നത്. മെമറ്റിക് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ. സോ അരിസ്റ്റോട്ടിൽ ഡിഫൈൻഡ് a tragedy as an imitation of a serious action, and similarly it is later iterated by James Joyce in his epoch making work A Portrait of an Artist as a Young Man. Prem. Yeah, Prashant, I don't have much to comment on this. Yeah, sure, I'll go to the next slide. Pinna Prashant, it's now 9:15. Yeah, we'll finish in 10 minutes. Okay, or 5 minutes maybe. Okay, 9:35, 45. My class is at 9:45, it seems, not now. Yeah, okay, we'll finish definitely before that. Okay, fine. Yeah. So guilt, jealousy, despair, violence, anxiety, irrationality, fear of death. Nothing that is human is foreign to literature. ലിറ്ററേച്ചറിൽ ഈ പറഞ്ഞ നെഗറ്റീവ്, ഇതൊക്കെ ഒറ്റയടിക്ക് നോക്കാൻ നെഗറ്റീവായ കാര്യങ്ങളാണ്. ഇതൊക്കെ ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കൃതികളുണ്ട്. ലിറ്ററേച്ചർ സെർവ്സ് ആസ് അനദർ ഫോം ഓഫ് എഡ്യൂക്കേഷൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജാവ് പണ്ട് കുട്ടികളെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പഞ്ചതന്ത്രം എന്നുള്ള എൻറ്റയർ സ്റ്റോറി ഉണ്ടാക്കിയത്. പഞ്ചതന്ത്രം കേട്ട കുട്ടികൾ പിന്നീട് മിടുക്കന്മാരായി എന്ന കഥ. സോ ലിറ്ററേച്ചറിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്. സോ ദോസ് ഹു റീഡ് ലിറ്ററേച്ചർ ആക്ച്വലി ബ്രോഡൻസ് ദർ വിഷൻ, ഇറ്റ് ചേഞ്ചസ് ദ പെർസ്പെക്റ്റീവ്. പ്രത്യേകിച്ച് ബ്രദേഴ്സ് കാരമസോവ് പോലത്തെ ഒരു നോവൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ജീവിതം തന്നെ കുറച്ചൊക്കെ മാറിപ്പോകും. കാരണം ഡോസ്റ്റോവസ്കി എഴുതിയിട്ടുള്ള ഒരു ക്ലാസിക് വർക്കാണ് ബ്രദേഴ്സ് കാരമസോവ്. അപ്പൊ അതിലൊക്കെ ജീവിതം പച്ചയായിട്ട് വർണ്ണിക്കുന്ന, അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാൻ പറ്റില്ല അതെങ്ങനെയാണ്. അത് ഓരോ ആൾക്കാർക്ക് വായനക്കാരന്റെ അനുഭവത്തിൽ. അപ്പോൾ ഒരു ബുക്കിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോവുക എന്നാണ്. ഒരു അനുഭവത്തോട് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നാണ്. അത് നമ്മളുടെ വിഷനെ ചേഞ്ച് ചെയ്യും, ബ്രോഡൻ ചെയ്യും, മാറ്റും. So literature serves another form of education. So even if you are denied a formal education, you can just get more education from books than from life. We began to trace the outlines of a coded racial understanding on the other in literature. Literature, especially modern literature, always presents the other. The other എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ ശക്തമായിട്ട് ലിറ്ററേച്ചർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. അത് സ്ത്രീകളാവാം, ജാതിയിൽ പണ്ട് നമ്മുടെ ജാതി വ്യവസ്ഥയുള്ള സമയത്ത് അതിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാവാം, അല്ലെങ്കിൽ പ്രിവിലേജസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, അധികാരമില്ലാത്ത ആൾക്കാരായിരിക്കാം. അങ്ങനെ ഏതൊരു മാർജിനലൈസ് ചെയ്ത ആൾക്കാരുടെയും സെന്ററിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മാധ്യമങ്ങളാണ് സിനിമയും നാടകവും. ഒരുപക്ഷെ സിനിമയും നാടകവും അതുപോലെ തന്നെ ഫിക്ഷനും. ലിറ്ററേച്ചർ ട്രാൻസ്ഫോംസ്
amorphous fear and pity into individualities. It tells us the other is not what it seems. അതർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധനമല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം എന്നുള്ള ബുക്ക് ഉണ്ട്. എഡ്വേർഡ് സെയ്ദ് അദ്ദേഹത്തിന്റെ ഓറിയന്റലിസം എന്നുള്ള ബുക്ക് ഇംഗ്ലീഷുകാർ ഭരിച്ച കാലത്ത് അവരെങ്ങനെയാണ് നമ്മളെ പ്രസന്റ് ചെയ്തത് അതിന്റെ ഒരു റീറീഡിംഗ് ആണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു. കൽക്കട്ടയിൽ പ്രസിദ്ധമായ ഒരു ക്ലബിലെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തുള്ള ബോർഡാണ് ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് ആർ നോട്ട് അലൗഡ്. ഈ ബോർഡ് ഇന്ത്യയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളതാണ് ഏറ്റവും തമാശ. ഇന്ത്യയിൽ ഈ ബോർഡ് വെക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ക്ലിയർ ആയിട്ടൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. കാരണം ഇന്ത്യക്കാരനെ അവർ കാണുന്നത് ദ അതർ ആയിട്ടാണ്. അതർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ വിവരമുള്ളവൻ, സംസ്കാരമുള്ളവൻ, അങ്ങനത്തെ ഒക്കെ ക്വാളിറ്റീസാണ് ബ്രിട്ടീഷുകാരനുള്ളത്. ഇന്ത്യക്കാരൻ അതിന്റെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ, സംസ്കാരമില്ലാത്തവൻ. അപ്പോൾ അതർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എപ്പോഴും തന്നെ ഒരു അതറിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു നല്ല കുട്ടി സങ്കല്പമുണ്ട്, അതിന്റെ അതറാണ് ഒരു ചീത്ത കുട്ടി. നമുക്കൊരു പഠിപ്പിന്റെ കൺസെപ്റ്റ് ഉണ്ട്, അപ്പോൾ പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന ആളുടെ ഓപ്പോസിറ്റ് ആണ് പഠിക്കാത്ത കുട്ടി, അപ്പൊ അത് അതർ. അപ്പൊ എപ്പോഴും നമ്മൾ അതർ വരും. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് വീട്ടുകാർ സംസാരിക്കുക. മറ്റവനെ കണ്ടു പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഭദ്രന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് സ്ഫടികം. സ്ഫടികത്തിൽ നിങ്ങൾക്കറിയാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മോഹൻലാലിന്റെ കുട്ടീനേക്കാളും ഈ അച്ഛനായ തിലകന് ഇഷ്ടം ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുന്ന മറ്റൊരു കുട്ടീനെയാണ്. അപ്പൊ ഈ പ്രിഫറൻസ് എപ്പോഴും ഉണ്ടാവും. ദ അതർ എന്ന് പറയുന്നത് ഇതിനില്ലാത്ത ഗുണങ്ങളുള്ള, അതായത് നമ്മൾ പറയുന്ന കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ കൂടി പോകാത്ത ആളുടെ വ്യത്യസ്തനായ അപരനെയാണ് നമ്മൾ അതർ എന്ന് പറയുക. ലിറ്ററേച്ചറിൽ അങ്ങനത്തെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പ്രേം, എനിത്തിങ് ടു ആഡ് പ്രേം? Brilliantly explained. I think this is the end, le? This is the last slide. Yeah, maybe one more, I think. So guilt, jealousy, despair, violence, anxiety, irrationality, fear of death. ഇത് മുഴുവൻ ലിറ്ററേച്ചറിൽ ഓരോ ബുക്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിയർ ഓഫ് ഡെത്ത്, മരിക്കുന്നത്, ലെറ്റ്സ് സേ യു ആർ ഗിവൺ എ ടൈം. ഇപ്പൊ നാളെ 12 മണിക്ക് യു ആർ ഗോയിങ് ടു ഡൈ. What are you going to do? What will you do? So this sort of, അത് ഇപ്പൊ it will be okay. എനിക്ക് 24 മണിക്കൂർ ഉണ്ടല്ലോ എന്ന്. But at 11 o'clock tomorrow, your attitude is going to change. The fear of death starts coming in. അയ്യോ, ഞാൻ എൻ്റെ തീർന്നിട്ടില്ല, I have got so many things to do. അപ്പോൾ this sort of, ഇതെല്ലാം ലിറ്ററേച്ചറിൽ they have explained it in different ways. നേരത്തെ പ്രശാന്ത് പറഞ്ഞ Trojan literature, the Trojan horse is a very good example of in literature. അത് എത്രത്തോളം നല്ലതാണെന്ന് പറഞ്ഞാൽ that word has come into the computer circles. വൈറസ് എന്നുള്ള പോലെ തന്നെ you have got Trojans. ഈ Trojans എന്താ? You are maybe copying a particular program into your computer. Slowly, മറ്റേ അതില് ഇതാക്ക സിറ്റിയിൽ ഈ ട്രോജൻ ഹോസ് ഗിഫ്റ്റ് ചെയ്ത പോലെ തന്നെ and the soldiers come out. അതേപോലെ the program that is inside your computer at a particular time slowly opens up and a virus is created and maybe destroys your program. About, see, words have been taken from literature. So nothing, we know all these things. We have read all these things. We have read of books with guilt, books having jealousy, books having despair, violence, anxiety. We know about all these things. Literature actually serves as another form of education. It is because of this, and it's because that you are studying all these different forms that you are beginning to understand the world, and you are beginning to understand what you call, you are starting to have a radical understanding of the other in literature. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരു പിറ്റി തോന്നുക, അല്ലെങ്കിൽ empathy. You have two words, sympathy and empathy. സിമ്പതി എന്താ? ഒരാളെ കാണുമ്പോൾ അവിടെ ആക്സിഡന്റ് ആയിട്ട് അവിടെ കിടക്കുന്ന ഒരു ബൈക്ക് തട്ടി അവിടെ കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ യോ പാവം, എന്നിട്ട് യു ഗോ അവേ, അത് പാവം, ദാറ്റ് സിമ്പതി. പക്ഷെ എംപതി എന്താ? അയ്യോ, ഞാനും ആ റോട്ടിൽ, നിങ്ങൾ ആരെങ്കിലും റോട്ടിൽ വീണുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ റോട്ടിൽ വീണാൽ അറിയാം, എനിക്ക് ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്, അപ്പൊ എനിക്ക് നല്ലോണം അറിയാം റോഡിന്റെ മുകളിൽ വീഴുമ്പോ എത്രത്തോളം വേദന എടുക്കുന്നുണ്ടെന്ന്. അപ്പോ ദാറ്റ് ഈസ് ദ ഫീലിംഗ് ഓഫ് എംപതി. അയ്യോ, ഞാൻ റോഡിൽ വീണുണ്ട്, എനിക്കറിയാം എത്രത്തോളം വേദനയുണ്ട്, അതുകൊണ്ട് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് ഹിം. ദിസ് ഇസ് എംപതി. അപ്പോ ലിറ്ററേച്ചർ വായിക്കുക,
when you read about all these stories, you understand, and then you start to have an understanding of the other. And this is exactly what literature does. Thanks, Prem. So we have come to actually the end of this text. Now we'll go for the discussion part. I have 2 more slides to present. See, Amanda actually raises the question of how old classics can be read innovatively in the modern time. ഇതാണ് ഈ ടെക്സ്റ്റിന്റെ ഏറ്റവും പ്രത്യേകത. The classical text can be reread, പുനർവായന നടത്താം in the light of new idea, new age, against the majoritarian perspective at media. നേരത്തെ നമ്മൾ മെജോറിറ്റിയുടെ കാഴ്ചപ്പാടുന്നാണ് കാര്യങ്ങൾ കണ്ടത്, അധികാരം ഉള്ള ആൾക്കാരെ കാഴ്ചപ്പാടുന്നാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ അധികാരമില്ലാത്ത മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരെ ഭാഗത്തുനിന്ന് ഇതേ കാര്യത്തിനെ പുനർവായിക്കുകയാണ്, വീണ്ടും വായിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ എത്രത്തോളം മാർജിനലൈസ്ഡ് ആയിരുന്നു എന്നും അവരെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് എന്നുള്ളത്. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഞാനത് വളരെ ചെറുതാക്കിയിട്ട് സമയക്കുറവുള്ളതുകൊണ്ട് വേഗം പറഞ്ഞു പോവാം. ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദ അതർ, എസ്പെഷ്യലി അബൌട്ട് റെഫ്യൂജീസ്, സെക്ഷൽ മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസ്ഡ് പീപ്പിൾ. അതർ ആയിട്ട് എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരാളെ, ഒരു നായകനെ പ്രസന്റ് ചെയ്യുമ്പോൾ നായകന് നല്ല കോസ്റ്റ്യൂമോ കൊടുക്കും, പക്ഷേ ഇത് അതർ ആരായിരിക്കും? ഇതൊന്നും ഇല്ലാത്ത ഒരു ആളെയായിരിക്കും നമ്മൾ അതറായിട്ട് വെക്കുക. അപ്പൊ ജാതിപരമായിട്ട് ബ്രാഹ്മണനെ നിങ്ങൾ ഉയർത്തി വെക്കുമ്പോൾ അതർ ആയിട്ട് ചണ്ടാലിനെ വെക്കും. അപ്പൊ ബ്രാഹ്മണന്റെ അതറാണ് ആര്? ചണ്ടാലൻ. ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ ഈ ശവം ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ വെജിറ്റേറിയൻ ആണെങ്കിൽ ചണ്ടാലൻ എന്തായിരിക്കും? എല്ലാ മാംസവും കഴിക്കുന്ന ആളായിരിക്കും, മനുഷ്യന്റെ മാംസം വരെ ആൾ കഴിക്കാൻ തയ്യാറായിരിക്കും. സോ യു പ്രസന്റ് ദ അതർ ഹൗ ഇറ്റ് ഈസ്. പക്ഷേ ആക്ച്വലി അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കില്ല. ചണ്ടാലന്റെ കാഴ്ചപ്പാടിന്ന് ഈ കഥ മാറ്റി പറയുമ്പോൾ ആക്ച്വലി ബ്രാഹ്മണനായിരിക്കും എന്താവുക? വില്ലനായിട്ട് വരിക. സോ ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഓൾഡ് എക്സാമ്പിൾ ഓഫ് വടക്കൻ വീരഗാഥ, where Chandu, when entire story is looked at from Chandu's point of view, അപ്പോൾ ചന്തു നല്ല ആളാവുകയും ഈ കഥയിലൊക്കെ നമ്മൾ നേരത്തെ കേട്ട കാര്യങ്ങളൊക്കെ പുനർവായിക്കപ്പെടുകയും അപ്പോൾ ഒക്കെ ഈ കഥ നമ്മൾ പറഞ്ഞ രീതിയിലല്ല നടന്നതെന്നും വ്യത്യസ്തമായ രീതിയിലാണ് നടന്നതെന്നും മനസ്സിലാവുകയും ചെയ്യും. ദിസ് ഇസ് എക്സാക്ട്ലി what the author is trying to do. Number 2, literature is generally adopts the imagination of the dominant class. ലിറ്ററേച്ചർ എല്ലാ കാലത്തും, പ്രത്യേകിച്ച് ക്ലാസിക്കൽ കാലഘട്ടത്തിൽ, ഉയർന്നവന്റെ, എല്ലാം ഉള്ളവന്റെ, അധികാരമുള്ളവന്റെ കഥയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ സമയത്തും. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ക്ലാസിക്സ്. ബട്ട് സിൻസ് ഏജ് ഓഫ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ദ ഹീറോ വാസ് ക്രിയേറ്റഡ് ഹു വാസ് കേപ്പബിൾ ഓഫ് ചാലഞ്ചിങ് ദ പെർസെപ്ഷൻസ് ഓഫ് ദ ഡോമിനന്റ് ക്ലാസ്. പക്ഷേ എപ്പോ ഇവരൊക്കെ ഉള്ള സമയത്തും ഇതേ കഥയെ തന്നെ നമുക്ക് പുനർവായിച്ചെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇതേ നായകന്മാര് പല ഘട്ടത്തിലും നായക സങ്കല്പത്തെ ചോദ്യം ചെയ്തത് എന്നുള്ളത്. MTയുടെ രണ്ടാം ഊഴം എക്സാമ്പിൾ ആയിട്ട് പറയാം. രണ്ടാം ഊഴത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്. ഘടോൽക്കചൻ മരിക്കുമ്പോൾ ഭീമന് ഭയങ്കര വിഷമാവും. ഭീമന്റെ മകനാണല്ലോ ഘടോൽക്കചൻ. അപ്പൊ ഘടോൽക്കചൻ മരിച്ചിട്ട് ഭീമ ദുഃഖിച്ച് നടക്കുമ്പോൾ ഈ തിരിച്ചു വരുന്ന സമയത്ത് ഘടോൽക്കചന്റെ മരണത്തെ പറ്റി ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കുകയാണ് അർജുനോട്. ഏതായാലും അവൻ രാക്ഷസനല്ലേ, ഞാൻ തന്നെ കൊല്ലേണ്ടി വരായിരുന്നു, കൊന്നത് നന്നായി, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടുല്ലോ. കാരണം കർണൻ അർജുനെതിരെ കരുതി വെച്ചൊരു പ്രധാനപ്പെട്ട ആയുധമാണ് ഘടോൽക്കചനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ട് അർജുനൻ രക്ഷപ്പെട്ടു എന്ന് കൃഷ്ണൻ പറയാണ്, അല്ലെങ്കിൽ ഞാൻ കൊല്ലേണ്ടി വരായിരുന്നു എന്നുള്ളത്. ശ്രീകൃഷ്ണൻ കുറെ ആസുരന്മാരെ കൊന്നയാളാണ്. ഇത് കേൾക്കുന്ന ഭീമന്റെ ഒരു മാനസികാവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. അത് ഇത്തരം ഒരു നോവൽ മാത്രമേ പറയാൻ കഴിയൂ, കാരണം നമ്മൾ ആ കഥ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ മഹാഭാരത കഥ കുന്തിയുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ, പാഞ്ചാലിയുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെന്നെത്താത്ത ചില പുതിയ മേഖലകളിലേക്ക് അത് കയറി വരും. അതുവരെ നമ്മൾ വായിച്ച കഥകൾ കുറച്ച് വ്യത്യാസമാവും. 5 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിന് ഈ കഥ പറയുമ്പോൾ ഈ കഥയ്ക്ക് വേറൊരു ഡയമെൻഷൻ ഉണ്ടാവും. സോ ദിസ് ഇസ് ഹൗ എക്സാക്ട്ലി ലിറ്ററേച്ചർ റീഇന്റർപ്രറ്റ്സ്. ഇതേ കഥ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കഥ മാറ്റി പറയുന്നത്. സോ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം അനദർ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ മാർജിനലൈസ്ഡ് പേഴ്സൺ. നമ്മൾ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും ഒക്കെയാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ്. ഭീമനൊക്കെ മാർജിനലാണ്, അല്ലെ പാഞ്ചാലി, കുന്തി, ഇവരൊക്കെ മാർജിനൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും നമ്മൾ മഹാഭാരത കഥ വീണ്ടും വായിക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ കഥയായിരിക്കും ജനറേറ്റ് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇൻ അതർ വേർഡ്സ് ഓൾ ഹീറോസ് ആർ ആന്റി ഹീറോസ്. അങ്ങനെ വായിക്കുമ്പോൾ നേരത്തെ നമ്മൾ ഹീറോ എന്ന് പറഞ്ഞിരുന്ന പല കഥാപാത്രങ്ങളും ആന്റി ഹീറോസ് ആയിട്ട് മാറും. അതാണ് ഇവരെ ഒരു ആർഗ്യുമെന്റ്. Prem, I just will complete. Do you have anything to offer, Prem? Continue. Yeah. And this is the last slide. Talks about among the according it is the it's okay. Continue. Sorry. Yeah. Deconstruct. Actually, deconstructing the classical literature.
സോ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇതേ ഐഡിയ ആണ്. അത് ഒരു ക്രിറ്റിസിസത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ഡീകൺസ്ട്രക്ഷൻ. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ കെട്ടി ഉയർത്തിയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ പൊളിച്ചെടുക്കുകയും അതിന്റെ സ്ഥാനത്ത് നമ്മൾ പുതിയതായിട്ടൊരു സാധനം കെട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ പഴയ വീട് പൊളിച്ച് പുതിയ കെട്ടും പോലെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഡീകൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളെ, നമ്മൾ നേരത്തെ ഒരു പ്രത്യേക രീതിയിൽ കെട്ടിയിട്ടുള്ള സങ്കല്പങ്ങളെ ഉടച്ചു വാർക്കുകയും പുതിയ സങ്കല്പങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഈസ് ഡീകൺസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് ആക്ച്വലി യു റീകൺസ്ട്രക്ട് or you deconstruct the other and build up something very new from a altogether different perspective. അപ്പോൾ പഴയ കഥകളെ തന്നെ നമ്മൾ പുനർവായിക്കുന്ന രീതികളും ഇത് ഇവിടെ വിരളമല്ല. പഴയ സിനിമേന്റെ റീമേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പൂഫ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാറ്റഗറിയിലുള്ള സിനിമകൾ. ആൻഡ് കണ്ടംപററി, പ്രസന്റിങ് ദ കണ്ടംപററി റിയാലിറ്റി. ഇപ്പോൾ പഴയൊരു നാടകത്തിനെ, പഴയൊരു കഥയെ നമ്മൾ എടുത്തിട്ട് പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഈ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ മാറുകയും അങ്ങനെ കഥയ്ക്ക് തന്നെ പുതിയൊരു ഡയമെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. So Amanda makes an attempt to reread the classics of European literature like Hamlet, Odyssey, and Don Quixote, and Sorrows of a Young Werther in her speech, and present these texts with a new perspective. So the other present in the example, classical text in the edukana cheyunnu. These heroes are modern because they are marginalized, anti-heroes. They still popular due to the universal nature of the characters. Odysseus in Homer's Odyssey reminds us of a refugee seeking shelter in the western countries. അത് അവരുടെ കണ്ടംപററി ആണ്. വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഡോക്ടർ പ്രേമാനന്ദ് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ മൈഗ്രൻസ് പോകുന്നുണ്ട്. ഇപ്പോൾ യു കെ ഫ്രാൻസ് ഒക്കെ ഒരുപാട് മൈഗ്രൻസിനെ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ശ്രീലങ്കയിലേക്ക് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരുപാട് ശ്രീലങ്കക്കാർ, അന്ന് ഈ LTTയുടെ പ്രശ്നം കാരണം ശ്രീലങ്കയിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബോട്ടിലൊക്കെ കയറിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ അവിടെ സിറ്റിസൺസ് ആയിട്ട് വരുന്നുണ്ട്. സോ ആ കഥ ഒഡീസി വിൽ റിമൈൻഡ് യു that story. And finally, this diverse nature of each character makes us think about the difference. Nothing that is human is foreign to literature. എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ എല്ലാ അവസ്ഥകളെ പറ്റിയിട്ടും സാഹിത്യം പറയുന്നുണ്ട്. അത് ഒരുപാട് എംപതി റീഡേഴ്സിൽ ഉണ്ടാക്കാനും സഹായിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കഥ വായിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിനെ പറ്റിയിട്ടും ആ കഥാപാത്രം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. ഒരു പക്ഷേ ഇപ്പൊ പാർവതി അഭിനയിച്ച കഥാപാത്രത്തിൽ അവര് ആസിഡ് വിക്ടിമായിട്ടൊരു സിനിമ ഇറങ്ങിയിട്ട് ഉയരെ എന്ന് പറഞ്ഞിട്ട്, ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരു ആസിഡ് വിക്ടിമിന്റെ സിറ്റുവേഷൻ എന്താണ് നമുക്ക് ഇതുവരെ അത്രയൊന്നും അറിയാത്തതാണ്. കാരണം ആസിഡ് വിക്ടിംസ് ആർ കമ്പാരിറ്റീവ്ലി മിനിമം. അപ്പൊ ഇങ്ങനൊരു സ്ത്രീയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അവർക്കൊരു ആദ്യത്തെ ജീവിതം ഉണ്ടാവും, രണ്ടാമത്തെ ജീവിതം ഉണ്ടാവും. സോ ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ്, ഹൗ ദേ ആർ ആക്ച്വലി ഗോയിങ് ടു കൺഫ്രണ്ട് ദാറ്റ്. And when we read classics of European tradition, which began to have a coded radical understanding of the other, and it leads to the understanding that the other is not what it seems. അപ്പോൾ നമ്മൾ ഈ കഥകൾ വായിക്കുമ്പോൾ ബക്ക, അൺടച്ചബിളിന്റെ നായകനാണ് ബക്ക. ബക്കയുടെ കഥ വായിക്കുമ്പോൾ, അല്ലെ തോട്ടിയുടെ മകൻ വായിക്കുമ്പോൾ, അല്ലെ അങ്ങനത്തെ ഒരു കഥ വായിക്കുമ്പോൾ, ഒരു വുമൺ സ്റ്റോറി വായിക്കും, അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ഒരു കഥ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ അതറിനെ പറ്റിയിട്ട് യു ബിക്കം അവെയർ. ആൻഡ് അതർ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള മോശമായിട്ടുള്ള മറ്റേ പതിപ്പല്ല, നല്ലതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മോശം പതിപ്പല്ല അതർ. അതറിന്റെ സൈഡിൽ ഒരുപാട് നന്മകളുണ്ട്, അതറിന്റെ സൈഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാവും. അതായത് ലിറ്ററേച്ചർ ബേസിക്കലി എന്താണ്? ലിറ്ററേച്ചർ ബേസിക്കലി എല്ലാ കാഴ്ചപ്പാടുകളും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. സോ യു ഓൾവേസ് ഹാവ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ അതർ ഇൻ ലിറ്ററേച്ചർ. റൈറ്റ്? Yeah. Prashant, just the previous slide. Yeah. I just want to relate a contemporary situation where we talk about deconstruction. Deconstruction le nammal Microsoft ne Bill Gates maatham nokkiya madi. He had quit Harvard University. Harvard is supposed to be one of the best places to study. At a particular point he didn't want to study. He didn't want to study and he got out. Veetla situation എന്തായിരിക്കും? അപ്പൊ വീട്ടിൽ he is portrayed as an anti-hero ആ സമയത്ത്. And then he becomes, he just transforms himself. ഒരു വലിയ വേറെ എക്സാമ്പിൾ ആണ് നമ്മുടെ ലുലുലെ യൂസഫ് അലി. He went over to Abu Dhabi as we all know the story, and we know the story of what it is now. Next slide, Prashant. Yeah, 1 second. I just would like to add, ഇതിൽ കാണിച്ച ഒരു ചിത്രമുണ്ട്. അത് ലോകത്തിലെ നമ്മൾ ഏറ്റവും വലിയ ആന്റി ഹീറോ നമ്മൾ പറയുന്നത് പ്രൊമത്യൂസിനാണ്. പ്രൊമത്യൂസിന്റെ ചിത്രമാണ് ഞാൻ സൈഡിൽ വരച്ചത്. പ്രൊമത്യൂസ് ഈ ഫയർ ദേവലോകത്ത് നിന്ന് മോഷ്ടിച്ച് മനുഷ്യന് കൊടുത്ത ആളാണ്.
ആദ്യമായിട്ട്. ഇത് കഥയാണ്, എക്സാക്ട്ലി അങ്ങനെയാണോ നമുക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ശിക്ഷ എന്താന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു കഴുകൻ വന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം കൊത്തിപ്പറിക്കും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വീണ്ടും ഹൃദയം വീണ്ടും ഉണ്ടാവും. ആ ഹൃദയത്തിന് പിന്നെയും ഇയാൾ കഴുകൻ കൊത്തിപ്പറിക്കും. അപ്പൊ ഓരോ ദിവസവും അത്ര ഭയങ്കര വേദന അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശിക്ഷയാണ് പ്രൊമത്യൂസിന് കൊടുത്തിരിക്കുന്നത്. പ്രൊമത്യൂസ് ഈസ് എ ബിഗസ്റ്റ് ആന്റി ഹീറോ വി ഹാവ്. ഷെല്ലിയുടെ മഹത്തായ ഒരു കവിതയുണ്ട്, പ്രൊമത്യൂസ് അൺബൗണ്ട് എന്നുള്ളതുകൂടി ആഡ് ചെയ്യും. ലാസ്റ്റ് സ്ലൈഡ് പ്രേം. കഴിഞ്ഞു. That's all. Yeah. Now we have questions also which will be put in the englishskills1.com. ഈ ചോദ്യങ്ങളും ഈ സ്ലൈഡും നമ്മൾ www.englishskills1.com ഇടും. ഇന്ന് ഒരു വൈകുന്നേരത്തോടു കൂടി ഇടും. നിങ്ങൾക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാം. നമുക്ക് ഇന്ന് സമയത്തിന് ലേശം കുറവുണ്ട്. I think we may have some we have to devote some time for question answers and other comments by other teachers. Yeah. Now, we can do that. Yes, please raise your hand. I'm ready. Unmute teachers. I think many of them would like to contribute. They need to raise their hand because there are 165 പേരുണ്ട്. Yeah, okay, fine. Just raise your hand so that I can see you. Sangeeta, raise the hand. Okay, I'll. പ്രശാന്തിന് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yeah, 1 second, let me just try. Sangeeta. Yeah, Sangeeta. Hello. Yeah, you can. Yes. Brilliant explanation, Dr. Premanandan, Dr. Prashant. ഇത്ര ഭംഗിയായിട്ട് ഈ ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ ഇതുവരെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ഇത്രയും നല്ലൊരു എക്സ്പ്ലനേഷൻ, ബ്രില്യന്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതിന്റെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ഈ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ പറയുന്ന കൺക്ലൂഡിങ് ലൈൻസ് പറയുന്ന പ്രശാന്ത് സാർ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദ അതർ ഈസ് നോട്ട് വാട്ട് ഇറ്റ് സീംസ്. ദ അതർ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്ന എല്ലാം ഇറ്റ് ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം അസ്. നമ്മളിൽ തന്നെ ഉണ്ട് അതെല്ലാം. അതുകൊണ്ട് ദ അതർ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗവും ഈ ലോകത്തില്ല എന്ന് ലിറ്ററേച്ചർ ഒരുപാട് ഫിക്ഷനിലൂടെ പലതരത്തിലൂടെ നമ്മൾ മുന്നിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ ഈ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഈ 4 ക്ലാസിക് വർക്ക്സിലൂടെ പറയുന്ന ഒരു പോയിന്റ് ഈ റെഫ്യൂജി ക്രൈസിസ് ആണ്. അപ്പൊ ഈ റെഫ്യൂജി ക്രൈസിസിനെ കുറിച്ച് ഈ യങ്ങർ ജനറേഷൻ ഒക്കെ കാണുന്നത് എന്താണ്? ഈ റോഹിംഗ്യൻ റെഫ്യൂജീസ് ഒക്കെ ടി വിയിലൊക്കെ കാണുന്ന അവരാണ് റെഫ്യൂജീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയിൽ കാണും അവരാണ് റെഫ്യൂജീസ്, നമ്മളൊന്നും അല്ല എന്നൊരു തോന്നലാണ്. അപ്പൊ ഡു നോട്ട് സിംപ്ലി ഓർ ബ്ലൈൻഡ്ലി ഫോളോ ദ സ്റ്റീരിയോടൈപ്സ് പ്രസന്റഡ് ബൈ ദ മാസ് മീഡിയ, അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു ഏജൻസീസ് ഒക്കെ തരുന്ന തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് നമ്മൾ അത് അതേപടി കണ്ണടച്ച് വിശ്വസിക്കുകയും അതാണ് ഇത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യാതെ നമ്മളായ രീതിയിലുള്ളൊരു അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ വി നീഡ് ടു കംപ്ലീറ്റ്ലി റീഡിഫൈൻ ആൻഡ് റീകൺസ്ട്രക്ട് ദ സ്റ്റീരിയോടൈപ്ഡ് കോൺസെപ്റ്റ്സ്. എസ്പെഷ്യലി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഹീറോ, ആന്റി ഹീറോ, റെഫ്യൂജി, ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ റീഡിഫൈൻ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് റീഇന്റർപ്രറ്റ് ചെയ്ത് ഒരു റീഡിങ് നടത്തണം എന്നാണ് ഈ ഓതർ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ടെൻഡൻസിയാണ് വാട്ട് എവർ ദാറ്റ് ഹാപ്പൻസ് അറൌണ്ട് അസ്, അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ദ തിങ്സ് വി സീ അറൌണ്ട് ഇൻ റിയാലിറ്റി, അതുപോലെ ദ തിങ്സ് വി റീഡ് അബൌട്ട് ഇൻ ഫിക്ഷൻ, ദീസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു അസ്. അത് നമ്മൾ വായിക്കുന്ന കാര്യം എന്നെ ബാധിക്കില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതറിങ് എന്നൊരു കോൺസെപ്റ്റിൽ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയും. കാരണം എനിക്ക് ബാധിക്കാത്ത കാര്യമാണ് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്കും കൂടി സംഭവിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ വീണ്ടും ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മാറുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഫെമിനിസ്റ്റിക് റീഡിങ് ഓഫ് ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ്. അപ്പൊ ഹാംലെറ്റിനെ ഒരു ഫെമിനിസ്റ്റ് റീഡിങ്ങിലൂടെ എങ്ങനെ സമീപിക്കാം എന്ന ഒരുപാട് ലേഖനങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിട്ടുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെയൊക്കെ സ്റ്റീരിയോടൈപ്സിനെയൊക്കെ മാറ്റിക്കൊണ്ട് ചിന്തിക്കാനുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ടേംസ് ഉണ്ട് ഇതിനകത്ത് ഉള്ളത്. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് വിൽ ബി ഫെമിലിയർ വിത്ത് ദോസ് ടേംസ്, ബട്ട് ദ സ്റ്റുഡൻസ് ഫ്രം അതർ ഡിസിപ്ലിൻ അവർക്ക് തീരെ ഫെമിലിയർ അല്ലാത്ത ടേംസ് ഉണ്ട്. അതായത് ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എസ്പെഷ്യലി ദീസ് റൊമാൻറ്റിക്, പ്രശാന്ത് സർ വെൽ എക്സ്പ്ലെയിൻഡ് ദിസ്
ദിസ് മൂവ്മെന്റ് എങ്കിലും നിങ്ങളത് ഗ്ലോസറി കൊടുത്ത് കൃത്യമായിട്ട് ഒന്നുകൂടി വായിച്ച് പഠിക്കുക. റൊമാൻറ്റിസിസം, മോഡേൺ, പോസ്റ്റ് മോഡേണിസം, നറേറ്റീവ്സ്, ഹീറോ, ആന്റി ഹീറോ, പിന്നെ സൈക്കോ അനാലിസിസ്, സ്റ്റീരിയോ ടൈപ്പ്, ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ, ടേംസ് ഉണ്ട്, അതൊക്കെ നോക്കുക. പിന്നെ ഈ നാല് മാത്രമല്ല വേറെ ഓതേഴ്സും ഉണ്ട്. ആ ഓതേഴ്സിന്റെ മുഴുവനും വർക്ക്സിനെ പറ്റിയുള്ള റെഫറൻസസ് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ലെങ്കിൽ പോലും അത് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് തരത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ മേജർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അദറിങ് എന്നതിനെ കുറിച്ചും ഈ റെഫ്യൂജി കോൺസെപ്റ്റിനെ കുറിച്ചും അതിന്റെ റീഡിങ്, റീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് മേജർ കോൺസെപ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, കരീം സാർ ഉണ്ട്. ഞാനിത് സമയമില്ലാന്ന് അറിയാം, പക്ഷെ ഇത് പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത്രയും ബ്രില്യന്റ് എക്സാമ്പിൾസ് ആണ് പ്രശാന്ത് സാർ പറഞ്ഞത്. എക്സാമ്പിൾസ് ഇപ്പൊ പോസ്റ്റ് മോഡേണിസം ഒക്കെ പറയാൻ വേണ്ടി നമ്മുടെ ബാബറുടെയും ശ്രീനിവാസന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ കഥ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കുട്ടികൾക്ക് സിനിമയ്ക്ക് കുറച്ചുകൂടി ഫെമിലിയർ എന്നുള്ളതുകൊണ്ടാണ് ലിറ്ററേച്ചർ എടുക്കാൻ. എക്സാമ്പിൾസ് ടീച്ചേഴ്സിന് തന്നെ ഇതൊരു പിന്നെ മോഡലർ ക്ലാസ് ആണ്. കാരണം നമ്മള് പിന്നെ കുട്ടികളുടെ എക്സാമ്പിൾസ് എടുക്കുമ്പോൾ അവരുടെ അനുഭവ മണ്ഡലത്തിൽ നിന്ന് എടുത്തുള്ള ധാരാളം എക്സാമ്പിൾസ്. അപ്പൊ അതിനൊരു വലിയ താങ്ക്സ് സാറിന്. പിന്നെ അതില് എനിക്കൊരു കാര്യം തോന്നിയത്, നമ്മളെ ഈ പിന്നെ അവിടെ എഡ്വേർഡ് മങ്കിന്റെ ഒരു പെയിന്റിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു സാർ, ഒരു ഫ്രെയിമില്. അപ്പൊ ആർട്ടില് ഇതിൽ പറയുന്നില്ലെങ്കിൽ പോലും ഇതിലേക്ക് നമുക്കൊന്ന് പിന്നെ ആഡ് ചെയ്യാൻ എങ്ങനെ പറ്റുകയെന്നുള്ളത് എങ്ങനെയാണ്? ഒന്ന് സാറേ, നമ്മളെ കുട്ടികൾ ലിറ്ററേച്ചർ കുട്ടികളല്ല മുഴുവൻ, അതുകൊണ്ടാണ് പെയിന്റിങ് നമുക്ക് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രം. ഞാൻ എടുത്ത എല്ലാ പെയിന്റിങ്ങും ആ കോണ്ടെക്സ്റ്റായിട്ട് യോജിക്കുന്ന തരത്തിലുള്ളതാണ്. അത് അറിയുന്ന കുട്ടികൾക്ക് അറിയാം എന്ന് മാത്രം. സംഗീത പറഞ്ഞോളൂ. കരീം സർ പറഞ്ഞോളൂ, ശബ്ദം പെട്ടെന്ന് പോയി. വായന ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും ഈ ക്ലാസ്. അങ്ങനെ കൂടെ എനിക്ക് തോന്നുന്നു. ഇനി കുട്ടികൾക്ക് ഓപ്പൺ ടു സ്റ്റുഡൻസ്. ഇതിലൊരു 946017645753 എന്ന നമ്പർ കാണുന്നുണ്ട്. അടുത്ത ക്ലാസ്സസ് മുതൽ നിങ്ങൾ റീനെയിം ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾ കയറൂല. അത് സൂമിന്റെ സെക്യൂരിറ്റിയിലെ ഒരു വലിയൊരു റീസണും കൂടിയാണ്. They have also advised us to allow only those people who have proper names. നെയിം ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. മോറിൽ പോയാൽ മതി. താഴെ റൈറ്റ് സൈഡിൽ 3 കുത്ത് കാണാം. മോർ എന്നുള്ളത് റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് റീനെയിം ചെയ്ത് കയറുക. അല്ലെങ്കിൽ ഈ ഇവിടത്തേക്ക് കയറുമ്പോൾ, അതായത് സൂം ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ മീറ്റിംഗ് ഐ ഡി അടിച്ചാൽ ഉടനെ തന്നെ താഴെ പേരടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പേരടിക്കുക. ഒന്നുകിൽ അപ്പോൾ അടിക്കുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്തതിന് ശേഷം ചെയ്യുക. Yeah, we have a Neha raising hands. Neha, you can speak now. Yeah, ഒരു minute. Yeah, Neha, you can speak. Neha പോയോ? ഈ 946 ഓക്കെ ഇല്ല 946ന് റൈസ് ചെയ്തിട്ടില്ല ഹാൻഡ്. ഇല്ല. എനി അതർ സ്റ്റുഡന്റ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ? ഇന്ന് ചോദ്യത്തിന്റെ പ്രവാഹം എന്നാ ഞാൻ വിചാരിച്ചത്. കുഴപ്പമില്ല ആൾക്കാർ. And this is one of the challenging lessons you have. നേഗ പ്രകാശ്. ഹലോ സർ. Yes, come on. സർ, എനിക്കൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. Why did goats were send his servant to Lord's house? എനിക്ക് തോന്നുന്നു സ്റ്റോറി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്നുകൂടി വായിക്കൂ. ഏത് ഭാഗത്താണത്? Why did goats send his servant to Lord's house? അതാണ് ആ സ്റ്റോറി. Why did Gade send his servant to Lot's house? Lotus house. Lotus house എന്ന് ലോട്ട എന്ന് പറഞ്ഞ നായികയാണ് അതിന്റെ. അപ്പൊ സെർവന്റ് അയച്ചത് ഈ ലവ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു റിവീൽ ദ ലവ്. പക്ഷേ ഓൾറെഡി ദിസ് ലോട്ട വാസ് എൻഗേജ്ഡ് some other person. Okay. Yeah. Thank you, sir. Yeah. I think Sangeeta may be able to answer a little bit. Sangeeta പറഞ്ഞോളൂ. ഹലോ, അത് റിവീൽ ചെയ്യാൻ മാത്രമല്ല, അവിടെ അയച്ചതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് ഹീറോന് ഒരിക്കലും അവളുടെ വീട്ടിൽ പോവുകയോ അവളെ കാണുകയോ, ഹി കനോട്ട് മീറ്റ് ഹെയർ. അതുകൊണ്ട് മീറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും എന്റെ സെർവന്റിനെ ഞാൻ അയക്കുകയാണ്. കാരണം അവൾക്ക് ഷീ ക്യാൻ മീറ്റ് ദാറ്റ് പേഴ്സൺ. അപ്പൊ അവൾക്ക് എന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ പറ്റുന്ന ഒരാളെ കാണുമ്പോൾ പോലും എനിക്ക് അവളുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമെന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് ഡയറക്ട്ലി അവളെ കാണാൻ
കാണാൻ കഴിയില്ല. പക്ഷെ അവളെ എടുത്തു പോയിട്ട് വരുമ്പോൾ അവളെ കണ്ട ഒരാൾ എന്ന നിലയിൽ തന്നെ അവളുടെ സാന്നിധ്യവും അവളുടെ സ്നേഹവും എനിക്ക് അനുഭവിക്കും, അവളോടുള്ള സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഹീറോ വിചാരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങളിപ്പോ ക്ലാസ്സിൽ ഞാൻ ഈ ലെസൺ എടുക്കുമ്പോൾ ഇരുന്നിട്ട് പോലും ഞാൻ ഈ എപ്പോഴും ഏത് എക്സാമിന് ഈ സ്കിപ്പ് ചെയ്യണ വൺ ഓഫ് ദ ചാപ്റ്റർ ഇതാണ്. കാരണം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട്. ബിക്കോസ് ഒരു കോൺസെപ്റ്റ് ഈ കഥകൾ നമ്മൾ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഡീപ്പായിട്ട് അറിയില്ല. പക്ഷെ വായിക്കാണ്ട് പോലും സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. ഇത്രയും ടഫാന്ന് വിചാരിച്ച ലെസൺ ഇത്ര ഈസി ആക്കി തന്നേന്. താങ്ക് യു സർ. The notes will be available on www.englishskills1.com. You can download that. Okay, sir. Yeah, thank you. Next, any other undo? We've got about only 5 more minutes. Yeah. Revision edukkum, പക്ഷേ revision will not be as detailed as this because പെട്ടെന്ന് പോകും. Yeah, any other person comment ചെയ്യാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടി സമയമുണ്ട്. 5 മിനിറ്റ് നമ്മൾ അവസാനിപ്പിക്കും. Raise the hand, please. Teachers ആരെങ്കിലും ഉണ്ടോ സംഗീതം അല്ലാതെ? Anybody else to make comment? Subin പോയോ? Subin is gone. I should compliment Prashant കാരണം day before yesterday, even yesterday I said Prashant നമുക്ക് ഇത് നീട്ടിയാലോ, and that he said don't, let's go ahead. Thank you Prashant. Ajina George unmute ചെയ്തു. ചെയ്തില്ല പ്രേം. Should I try? Yeah, you just try. അതിനിടയ്ക്ക് I'll try. ഐശ്വര്യ ഓൾസോ, രണ്ടുപേരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നെറ്റ്വർക്ക് ആകുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. We are trying. We are just trying, Aishwarya and Ajina. അജിന ഓൺ ആയി. അജിന പറഞ്ഞോളൂ. അജിന യുവർ കേൾക്കുന്നുണ്ടോ? അജിന ജോർജ്. അജിന യുവർ മൈക്ക് ഇസ് ഓൺ. അപ്പോൾ അത് ആക്സിഡന്റൽ ആയിരിക്കും. Yes, Ajina George, you are unmuted. അത് പോയി. Aishwarya അവരൊന്നും ചെയ്യാൻ പറ്റില്ല. Hello sir. Yeah. Audible അജിന കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവിടെ സൗണ്ട് പോയി. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടാവും. മാക്സിമം നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് നിൽക്കുക, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ഓപ്ഷൻ ഉള്ളൂ അനുസരിച്ചിട്ടാ. ഐശ്വര്യ മുക്സീന അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റ്വർക്ക് റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ആണ്. ട്രൈയിങ് അവർ ബെസ്റ്റ്. Yeah, let me also try because I come inside to have a better range. Still I am not trying to unmute. Malavika has raised the hand. Let me just try to unmute her. Yeah, Malavika, you are audible now. Sir, emblematic heroes nu varnanda. Heroes who actually take the emblematic signature. Emblematic they become icons. Icon എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ. മാളവിക ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാതെ. എംബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫെറാറിയുടെ ലോഗോ അറിയാലോ, അല്ലെങ്കിൽ നൈക്കിന്റെ ലോഗോ അറിയാലോ. അത് എന്തിനാ? അത് ആ റൈറ്റ് സൈൻ, സൂഷ് സൈൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് നൈക്ക് ആണെന്ന്. സോ യു നോ അവർക്കൊരു ഫൈനൈറ്റ് ക്വാളിറ്റി ഉണ്ട്, അവർക്ക് they put a lot of research into it. അതേപോലെ ഈ ഹീറോസ് എംബ്ലമാറ്റിക്. Okay, clear. Now Muksina is unmuted. മുക്ഷീന പറഞ്ഞോളൂ. മുക്ഷീന മുസ്തഫ വീണ്ടും ഔട്ട് ആയിപ്പോയി. മുക്ഷീന is unmuted. പറഞ്ഞോളൂ. Sir, പറയൂ. കേൾക്കുന്നുണ്ട് മുക്സീന, പറഞ്ഞോളൂ. മുക്സീന കേൾക്കുന്നുണ്ട്, ഒന്നും ചെയ്യണ്ട, നേരെ പറഞ്ഞോളൂ. Sir, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. What happens? Homogeneous people who have come to the West. അത് essay question ആണ്. Homogeneous mass of people who have come to tyrannize the West. ആ ചോദ്യം നമ്മൾ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ? How does
counter the view that refugees as a homogeneous mass who have come to tyrannize the West. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഈ tyrannize the West ആണെങ്കിൽ ഇപ്പൊ ഇവര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ സ്വഭാവം തന്നെ, ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ അവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കുറെ കേരളക്കാർ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ എന്താ നമ്മൾ കേരളക്കാർ ചെയ്യുക? ഒരു സമരത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കും. എന്തെങ്കിലും അനീതി കാണുകയാണെങ്കിൽ ഉടനെ കൂടെ സമരം ലെവലിലേക്ക്. അപ്പൊ ഇവിടെയും ഇതേപോലെ മറ്റ് രാജ്യക്കാര്, യൂറോപ്പിൽ പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻസ് ആണ് പൊതുവെ റെഫ്യൂജീസ് ആയിട്ട് യൂറോപ്പിൽ വരുന്നുണ്ട്. അപ്പോ ഇവര് കുറെ പേര് വരുമ്പോ അവിടുത്തെ ആൾക്കാർക്ക് പേടിയാവാൻ തുടങ്ങി. അതായത് ഇവര് വന്നിട്ട് ഇനി നമ്മളെ ടിറനൈസ് ചെയ്യാൻ പോവാണ്, നമ്മളെ പേടിപ്പിക്കാൻ പോവാണ്. ടിറനി മീൻസ് പേടിപ്പിക്കുക. അവസരങ്ങൾ കുറയാൻ പോവാണോ? അതെ, ഞങ്ങളുടെ അവസരങ്ങൾ കുറയുമോ എന്നൊക്കെ. ദിസ് ഇസ് പ്രശാന്ത്, എന്തെങ്കിലും ഇനി ആഡ് ചെയ്യണ്ടോ? Buxina, you have been again unfortunately unmuted. Muted. നോക്കട്ടെ. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഒരു രാജ്യം അല്ലെ ഒരു സ്ഥലം മറ്റൊരാളെ നമ്മൾ അതർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ ആൾക്കാരെ പ്രശ്നക്കാരായിട്ടും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് കാണുന്നത്. അപ്പൊ പക്ഷെ അവര് നമ്മളെപ്പോലെ തന്നെ സാധാരണ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ദ അതർ എന്ന് പറയുന്നതിനെ പേടിയോടുകൂടി കാണുന്നൊരു അവസ്ഥ യൂറോപ്പിൽ മൊത്തത്തിലുണ്ട്. അതായത് തൊലിയുടെ നിറം വ്യത്യാസമുള്ള, സ്വഭാവങ്ങളിലെ വ്യത്യാസമുള്ള, ഭക്ഷണശീലങ്ങളിലെ വ്യത്യാസമുള്ള മറ്റൊരാളായിട്ടാണ് ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാർ അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർ ത്രെറ്റായിട്ട് കാണുന്നത്. നമ്മൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരും പിടിച്ചു പറിക്കാരും കൊള്ളക്കാരും ഒക്കെ ആയിട്ടാണ് അവർ കാണുന്നത്. ആക്ച്വലി നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ എസ്എ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്. ക്ലിയർ ആയോ? റിവിഷൻ ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ ഈ പ്രിവിലേജ്ഡ് ക്ലാസ് അല്ലെ ഡോമിനന്റ് ക്ലാസ് എപ്പോഴും സംശയത്തോടു കൂടിയാണ് നോക്കുക. മറ്റുള്ളവരൊക്കെ അതർ എന്നുള്ള ആ കോൺസെപ്റ്റിൽ വളരെ സംശയത്തോടെ ചോദിക്കുന്നത്. എപ്പോഴും തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന പട്ടുപോകുമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണോ ഇവർ ഒരുങ്ങുന്നത് എന്നുള്ള രീതിയിലുള്ള ഭയങ്കര സംശയത്തോടു കൂടി നോക്കുന്ന ഒരു കാഴ്ചയാണത്. അപ്പൊ എപ്പോഴും വെസ്റ്റേണേഴ്സ് എപ്പോഴും അവർക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ, ഞങ്ങളാണ് ഏറ്റവും വലുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള പല ഫിക്ഷനിലും നമുക്ക് കാണാൻ കഴിയും. അവർ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പം ആ ഒരു ഈസ്റ്റേൺ വെസ്റ്റേൺ കോൺഫ്ലിക്റ്റും കൂടി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. Thank you. Any other question? Aishwarya, I am not able to unmute. You can perhaps send a message if possible. I'm not trying to unmute you. Okay. So, hello. Yeah. അല്ല, നേഹയായിരുന്നോ നേരത്തെ ആ ചോദ്യം ചോദിച്ചത്? ഒരു മുക്സീന ഇപ്പൊ ചോദിച്ചത്. നേരത്തെ ഗീതയുടെ പോയം ചോദിച്ചത് നേഹയായിരുന്നോ? പേര് ഓർമ്മിക്കില്ല. അപ്പൊ ഞാൻ ആ മെസ്സഞ്ചറിനെ വിട്ട കഥ പറഞ്ഞില്ലേ, അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ, രസമുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മളെ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ആ പെൺകുട്ടി തന്റെ നായിക, തന്റെ കാമുകി നടന്നു പോയ ആ വഴികളിൽ ആ പൂഴി മണലെടുത്തിട്ട് കയ്യിൽ വെക്കുകയാണ് അയാൾ അത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ്. കാരണം അവളുടെ നേരിട്ടുള്ള പ്രസൻസ് ഇല്ലെങ്കിലും അവളുടെ പ്രസൻസ് ആ മണലിലൂടെ, അവളുടെ പാദങ്ങൾ പതിഞ്ഞ മണലിലൂടെ ആ നായകൻ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് തന്റെ നായികയെ കാണാൻ പറ്റിയില്ലെങ്കിൽ കണ്ടുവന്ന ഒരാളെ കാണുമ്പോൾ ആ നായികയുടെ സാന്നിധ്യം ഇയാൾക്ക് അനുഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി അത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, യെസ്, ദാറ്റ്സ് എ വണ്ടർഫുൾ എക്സാമ്പിൾ. Those of you who cannot, you have the facility to chat now, and please give your comments about your feedback about this. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് സമയമില്ല. ചോദ്യങ്ങളും ചോദിക്കാം. റിവിഷൻ സെഷനിൽ നമുക്കിത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പറയാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഇതില് സംഗീതയ്ക്ക് ഒരു നല്ലൊരു കമന്റ് വന്നു. അല്ല, സംഗീത പറഞ്ഞ ഒരു കമന്റ് ടു ദ സ്റ്റുഡൻസ് ഓഫ് മേഴ്സി കോളേജ്. നൈസ് ടു സീ സ്റ്റുഡൻസ് ഫ്രം മേഴ്സി കോളേജ് പാലക്കാട്. ഇറ്റ്സ് മൈ ആൽമ മേറ്റർ. ഐ ഡിഡ് മൈ പ്രീ ഡിഗ്രി ദർ. സംഗീത ടീച്ചർ അവിടെയാണ് പഠിച്ചത് പോലും. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് നൈസ് ടു ഹിയർ ഹർ സ്റ്റുഡൻസ് ഹു ഹാവ് ജോയിൻഡ് ദിസ്. അല്ലേ സംഗീത, ശരിയല്ലേ? ഞാൻ അവിടെ പഠിച്ചതാണ്, എന്റെ സ്റ്റുഡൻസ് അല്ല, ഞാൻ പഠിച്ച കോളേജിലെ കുട്ടികളെ കണ്ടതിൽ സന്തോഷം. So you can post comments now. Prem, I think there is not much point in waiting. Okay, so please
try to rename your Yeah, two participants raise the hand. Let me just see who they are. try to rename your phones next time. അതേപോലെ try to come on time. ഒരു ദിവസം കൂടി ഞങ്ങൾ ഇതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു കട്ട് ഓഫ് ടൈം വെക്കും. പ്രശാന്തും കൂടി ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ ടൈം ഫിക്സ് ചെയ്യും. പിന്നത്തെ ഇത് തൊട്ട് മിക്കവാറും 7:30 അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ടൈം ആയിരിക്കും. അതുകൊണ്ട് പ്ലീസ് Yeah. see that you come on. Ajana raised the hand. I unmuted Ajana. Ajana, you can speak now. ഹലോ സർ. പറഞ്ഞോളൂ. ഹലോ സർ, ഇവിടെ തീരെ റേഞ്ച് ഇല്ല. ഇപ്പം പറഞ്ഞല്ലോ സർ ടൈം കട്ടൗട്ട് ചെയ്യുമെന്ന്. അപ്പം ഇത് ഞാനിപ്പോ ഒരു എബവ് 8 ടൈംസ് എങ്കിലും ഞാനിപ്പം റീകണക്ട് ചെയ്തു. അപ്പം ഇതിപ്പം എങ്ങനെ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് പേര് കാണാൻ പറ്റും, നിങ്ങളുടെ പേര് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾ നിങ്ങളെ എൻട്രി ചെയ്യിച്ചോളൂ. മാത്രമല്ല അജന, ഇതിന് ടെക്നിക്കൽ നിങ്ങൾ കേറിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ കേറിയിട്ടുണ്ടെങ്കിൽ കട്ടാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. എന്റെ BSNL കണക്ഷനാ വേറെ സ്ഥലത്ത്, അത് എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്. സോ പ്രോബ്ലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാണും ഓട്ടോമാറ്റിക് എൻട്രി. സോ ദാറ്റ് മീൻസ് ഡോണ്ട് ഇഷ്യൂ. ഐശ്വര്യ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഐശ്വര്യ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സർ, എനിക്ക് മൊഫീനെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഐ വുഡ് ലൈക്ക് ടു ആഡ് മൈ ഫീഡ്ബാക്ക്. അതിനാണ് ഞാൻ ഇടയിലിടയിൽ ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. ഞങ്ങൾക്ക് മോഡൽ എക്സാം അടുത്ത ടൈമിലായിരുന്നു ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കര റഷായിട്ട് എടുത്ത ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ആ ഒരു ടൈമിൽ ഞങ്ങളുടെ ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞ, ക്ലാസ് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും കാര്യം പറഞ്ഞത്. ഈ ഒരു ക്ലാസ് കൊണ്ട് എനിക്ക് കിട്ടിയത് ഇതാണ്, അത്രയും നന്നായി സാർ ഇത് എടുത്തിട്ടുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ടിരുന്നത്. താങ്ക് യു സർ. ഇതൊരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ആയതുകൊണ്ട് ഇതിന് ഏറ്റവും ഗുണം വരുന്നത്. പ്രശാന്ത് സാറും ഒരു നമ്പർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്പറുകാരെ നമ്മൾ തൽക്കാലം ചോദ്യം ചോദിക്കാൻ അനുവദിക്കുന്നില്ല. പേര് റീനെയിം ചെയ്തിട്ട് വരിക അടുത്ത ദിവസം. ഇന്നിപ്പോ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല. അടുത്ത ദിവസം നമ്മൾ പേര് റീനെയിം ചെയ്തിട്ട് വരിക. അവർക്ക് മനസ്സിലായി, അവർ തന്നെ ഹാൻഡ് ലോവർ ചെയ്തു. അല്ല, ഞാൻ ലോവർ ചെയ്തതാ. ഇനി ആരാളുള്ളത്? ഇനി ആരുമില്ല. വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഹാൻഡ് റൈസ് ചെയ്യാൻ. അതെ, ഹാൻഡ് റൈസ് ചെയ്യാം. കമന്റ് എഴുതാം നിങ്ങളാണെന്ന്. 946017644753 ആണ് നമ്പർ. ഐഷ ഡാനിയ is on. Aisha Dania. Aisha is sorry. Aisha. Surya has raised the hand. On unmute ചെയ്തോ. ഞാൻ Surya, you can speak now. ഹലോ സർ. പറഞ്ഞോളൂ. സർ, ഞാനും ഇതുപോലെ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. എനിക്ക് 3 ടീച്ചേഴ്സ് എടുത്ത ചാപ്റ്റർ ആണിത്. 3 ടീച്ചേഴ്സ് എടുത്തിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പോലും ഇത് എന്താന്ന് അറിയില്ലായിരുന്നു. സാർ പഠിപ്പിച്ചപ്പം എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയാന്നറിയില്ല. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി പോലും ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവർക്കൊക്കെ നല്ല ലോസ് ആണ് ഇന്നുണ്ടായെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. അപ്പൊ സൂര്യ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും സാർ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ അത്രയും പറ്റൂല, പക്ഷെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ സൂര്യ, താങ്ക് യു. നേരത്തെ റൈസ് ചെയ്ത ഹാൻഡ് ഇത് ഇപ്പൊ ശരിയായിരുന്നാ തോന്നുന്നു. പോയി. ഓക്കെ സർ. പിന്നെ കൈകളൊന്നും കാണുന്നില്ല. നോ മെസ്സേജസ് സീൻ ഈവൻ. So I think we will call it a day. www.englishskills1.com ലേക്കാണ് നിങ്ങളുടെ ഇത് PPTകൾ ഉണ്ടാവുക. അത് മെല്ലെ ലോഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഇതൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ആർക്കും അസിസ്റ്റൻസ് ഇല്ല. ഇതെല്ലാം വോളണ്ടറി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ കുറെ ചീത്ത കേൾക്കുക ഇതിന് മുകളിൽ ഇരിക്കുമ്പോൾ തന്നെ. Yes, there is a Shifna, you can speak now. ഹലോ സർ. ഞാൻ കമന്റ് പറയാൻ വേണ്ടി വന്നാണ്. പറഞ്ഞോളൂ. ഈ ചാപ്റ്ററിന്റെ വലുപ്പം കാണുമ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ സാർ ക്ലാസ് എടുത്തതിന് ശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ ക്ലാസ് സർ. താങ്ക് യു. സോ ഇറ്റ്സ് ഇപ്പൊ 1.5 നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 2.5 മണിക്കൂറായിന്ന് sitting in the class for 2.5 hours. And so thank you very much. We will be ending the meeting. Prashant പറഞ്ഞോളൂ. Thank you all. ഇതൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇതെങ്ങനെ എടുക്കണം എന്ന് ഞങ്ങൾ 2 ദിവസമായിട്ട് ആലോചിച്ചതാണ്. അവസാനം ഞങ്ങൾ ഇതായിരുന്നു. ഞാൻ അവസാനത്തെ സ്ലൈഡ് ചെയ്യുമ്പോൾ 7:15 സമയം. ഞാൻ രാവിലെ പുറത്തേക്ക് എണീറ്റ് ബാക്കി സ്ലൈഡ് കൂടെ ചെയ്ത് പ്രേമൻ അപ്പ എന്നെ വിളിച്ച് ചോദിച്ചു ഇനി ചെയ്യണോന്ന്. എന്തായാലും ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഇതൊരു ചാലഞ്ചിങ് ചാപ്റ്റർ ആണ്. ഇത് എടുത്ത ആൾക്കാർക്ക് കയറിയ ആൾക്കാർക്കൊക്കെ നല്ല ഫീഡ്ബാക്ക് തന്നതിൽ വളരെ സന്തോഷം. ആൾക്കാർക്ക് മനസ്സിലായി എന്ന് അറിയുന്നതിലും വലിയ സന്തോഷം. എൻ്റെ കൂടെ ഈ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും, സംഗീതയ്ക്കും
ഡോക്ടർ പ്രേമാനന്ദൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കുട്ടികൾക്ക് ഇത് മനസ്സിലായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു അടുത്ത ദിവസം മറ്റൊരു പുതിയ ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. രണ്ട് മൂന്ന് കമന്റ്സ്. ഷിഫ്ന ഷെറീൻ, both of you turned out to be turned a big complicated chapter into simple and understanding one. A big thanks for your contributions to all teachers. And Anjita Naya, thank you for a great class. Anjali, Prashant sir previously said how he thought there would be lots of doubts in this session. Actually, the class was excellent, and that's why there are not much questions. Prashant, good. പിന്നെ വേറെ ഈ നമ്പറിന്റെ കാര്യം 946017, class was excellent. Explanation was mounted, but I don't know how to add my name. Prashant, അതൊന്നും പറഞ്ഞോളൂ. രണ്ട് തരത്തിൽ ആഡ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ ഈ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്നതിന്റെ സമയത്ത്, അതായത് നിങ്ങൾ മീറ്റിംഗ് ID അടിക്കുന്ന സമയത്ത് തന്നെ താഴെ ഓപ്ഷൻ ഉണ്ടാവും പേര് ചേർക്കാൻ, അവിടെ ചേർക്കാം. ഇനി അത് അപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ക്ലാസ് കയറിയതിനു ശേഷം മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. 3 കുത്ത് റൈറ്റ് സൈഡിൽ ഉണ്ടാവും താഴെ. അത് ആ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ ഈ 3 കുത്തുകൾ വരും. അപ്പൊ ആ കുത്തുകൾ ടച്ച് ചെയ്താൽ അവിടെ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. Such a wonderful experience from Anjali. Roshni Thomas, thank you for the wonderful explanation. And finally, Shana, thank you for the wonderful class. Yeah. Okay, so the meeting, Prashant will end the meeting. Yeah, sure, definitely. Thank you all once again. Thank you all teachers and students. The meeting is hereby ended.